അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വെള്ളിയാഴ്ച സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയത് നല്ലൊരു മട്ടൻ കറിയും നെയ്ച്ചോറുമാണ് കേട്ടോ. ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ മട്ടനാണ് കേട്ടോ. ഈ 1/2 കിലോ മട്ടൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. പക്ഷെ ഞാനും എനിക്ക് മാത്രമേ ഉള്ളൂ വീട്ടിൽ. കുട്ടികളൊക്കെ പെരുന്നാളായിട്ട് മരുമകൾ പോയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം നിന്നിട്ടേ അവൾ വരികയുള്ളൂ. ഇനി ഇതപ്പോൾ ഞാൻ കുക്കറിൽ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് 2 സവാള കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അത് കാരണം കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി സവാള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തതും ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് തീരെ എരിവില്ല കേട്ടോ, അതാണ് ഞാൻ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 സ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മട്ടൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ പാകത്തിനുള്ള ഉപ്പും എരിവൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ, ഞങ്ങൾ 2 പേരും മോളെ കുട്ടിയുണ്ട് ഇവിടെ. അവർ പെരുന്നാളിന് വന്നതിന് ശേഷം കുട്ടി ഇവിടെ നിൽക്കുകയാണ്. അവളാണെങ്കിൽ മട്ടൻ കഴിക്കില്ല. അപ്പോൾ അവൾക്ക് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം സോസൊക്കെ ഒഴിച്ചൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒക്കെ 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാലും പിന്നെ ഞാനൊരു 10 അണ്ടിപ്പരിപ്പും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇനി 2ാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. പാലൊഴിച്ച് കൊടുത്തതൊക്കെ നല്ലതുപോലെ വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1/2 സ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ കുറുമയും അതുപോലെ തന്നെ മുട്ടക്കുറുമയും ഒക്കെ ഞാനിതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മട്ടക്കുറുമ വെച്ചപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കാമല്ലോ എന്ന് കരുതി. ഇപ്പോൾ നമ്മുടെ കുറുമ തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ശരിക്കും നെയ്യിൽ അണ്ടിപ്പരിപ്പ് താളിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അണ്ടിപ്പരിപ്പ് അരച്ചത് കൊണ്ട് താളിച്ചൊഴിക്കുന്നില്ല. ഇതിൻ്റെ മുകളിലായി 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സർവിങ് ഡിഷിലേക്ക് വിളമ്പാം. നെയ്ച്ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമുക്ക് പൊറാട്ടയുടെയും പൂരിയുടെയും എല്ലാത്തിൻ്റെയും കൂടി കഴിക്കട്ടെ. നല്ലൊരു അടിപൊളി കുറുമ തന്നെ ആയിരുന്നു. അപ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ വിഭവങ്ങൾ. നോമ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ചിക്കനും മട്ടനും ബീഫും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ മോള് അധികം മീനൊന്നും കഴിക്കില്ല. അത് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്നലെ നെയ്ച്ചോറൊക്കെ ആക്കിയത്. അപ്പോൾ ഇന്നലെ നെയ്ച്ചോറും മട്ടനും ചിക്കനും തൈരും അച്ചാറൊക്കെ ആയിട്ട് ഇന്നലത്തെ ദിവസം അങ്ങനെയുണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.